ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മളിത് നോക്കുന്നതോ മുൻവർഷ ചോദ്യങ്ങളാണ്. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ മുൻവർഷ ചോദ്യങ്ങളിൽ ഈ ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത പോലീസ് എക്സാമിന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യം ഇങ്ങനെയാണ്: തിരുവിതാംകൂറിലെ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യ പ്രധാനമന്ത്രി ആര് എന്നാണ് ചോദ്യം. ഓപ്ഷന് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പഠിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഈ ഓപ്ഷനെ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും എന്നതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് ആദ്യം ഓരോരുത്തരെ നമുക്ക് പഠിക്കാം, അതിനുശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള, രണ്ടാമത് നോക്കുന്നത് രാജാ കേശവദാസും. ഇവർ രണ്ടുപേരും നോക്കുമ്പോൾ നമുക്ക് പാലിയത്ത് കോമിയച്ചനും ലഭിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നോക്കേണ്ടത് അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയിലേക്ക് പോകാം. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രധാന എന്തൊക്കെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വർക്കല നഗരത്തിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ഓർത്തു വയ്ക്കാം, വർക്കല നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ്. 1762 ശുചീന്ദ്രം ഉടമ്പടി. അപ്പൊ നിങ്ങൾ നേരത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. 3 ഓപ്ഷൻ പറഞ്ഞിരുന്നു. അതിൽ ഒന്ന് ഇവരാരുമല്ല എന്നാണ് നാലാമത്തെ ഓപ്ഷൻ. അടുത്ത 3 ഓപ്ഷനിൽ മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ആരാണ് മൂന്നാമത്തെ ഓപ്ഷൻ. പാലിയത്ത് കോമിയച്ചൻ. ഓക്കെ, ഈ പാലിയത്ത് കോമിയച്ചനുമായിട്ടാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള 1762 എന്ത് ഉടമ്പടി വയ്ക്കുന്നത്? ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവയ്ക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ ഈ ഓപ്ഷൻ തന്നിരിക്കുന്നവരിൽ എല്ലാവരും കണക്ട് ചെയ്ത് വരുന്നതാണ് എന്നൊരു ബോധ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് വർക്കല നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്. 1762 ശുചീന്ദ്രം ഉടമ്പടി ഒപ്പുവെച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയും കോമിയച്ചനുമാണെന്ന് ഓർത്തു വയ്ക്കാം. അപ്പോൾ എന്താണ് ഈ കോമിയച്ചൻ എന്ന് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ കൊച്ചിയിലെ മന്ത്രിയായിരുന്നു കോമിയച്ചൻ എന്ന്, ദിവാനായിരുന്നു ആര് കോമിയച്ചൻ എന്ന് പറയുന്നത് കൊച്ചിയിലെ. ഓക്കെ, അപ്പോൾ തിരുവിതാംകൂറിനെ 3 റവന്യൂ മേഖലകളായി തിരിച്ച വ്യക്തിയാണ് അയ്യപ്പൻ മാർത്താണ്ഡപിള്ള എന്ന് ഓർത്തു വയ്ക്കുക. ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ളയാണ് തിരുവിതാംകൂറിനെ എന്തായിട്ട് തിരിച്ചു? 3 റവന്യൂ മേഖലകളായിട്ട് തിരിച്ചു എന്ന് ഓർത്തു വയ്ക്കുക. ഇപ്പൊ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഈ തിരുവിതാംകൂറിന് 3 റവന്യൂ മേഖലകളായിട്ട് തിരിച്ചു എന്ന് പറയുന്നത് തെക്കേമുഖം. ഒന്നാമത്തത് തെക്കേമുഖം. ഓർത്തു വയ്ക്കുക, തെക്കേമുഖം. രണ്ടാമത് വടക്കേമുഖം. ഓക്കെ, തെക്കേമുഖം, രണ്ടാമത്തെ വടക്കേമുഖം, മൂന്നാമത് പടിഞ്ഞാറേമുഖം. ഓക്കെ, ഇപ്പൊ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് തെക്കേമുഖം, രണ്ടാമത്തത് വടക്കേമുഖം, മൂന്നാമത്തത് പടിഞ്ഞാറേമുഖം. ഓക്കെ, ഈ ധർമ്മരാജയുടെ ആദ്യ ദളവയായിരുന്നു ആര്? അയ്യപ്പൻ മാർത്താണ്ഡപിള്ള. ക്ലിയർ? അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോവാം. രണ്ടാമത്തെ ഓപ്ഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ രാജാ കേശവദാസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ രാജാ കേശവദാസിൽ പോവാം. ഓക്കെ, ശ്രദ്ധിക്കുക, ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ ദളവ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ കേശവദാസൻ. ഈ പോയിന്റ് വായിച്ചപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്ത് വന്നു കാണും? ആ ചോദ്യത്തിന്റെ ഉത്തരം വന്നു കാണും. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള. ഓക്കെ, രാജാ കേശവദാസിന്റെ യഥാർത്ഥ പേരാണ് കേശവപിള്ള. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ കേശവദാസൻ. അതുപോലെ തന്നെ ചാലക്കമ്പോളത്തിന്റെയും ആലപ്പുഴ നഗരത്തിന്റെയും ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസൻ. മറന്നുപോരുത്. തൃശ്ശൂരിൽ നെടുങ്കോട്ട നിർമ്മിച്ചത് ആരെന്ന് വെച്ചാൽ രാജാ കേശവദാസൻ. ഇദ്ദേഹത്തിന് രാജ എന്ന പേര് നൽകിയത് ആരെന്ന് വെച്ചാൽ ആരാണ്? മോണിങ്ടൺ പ്രഭു. ആരാ? മോണിങ്ടൺ പ്രഭു ആണ് രാജ എന്ന പേര് നൽകിയത്. അപ്പൊ ശ്രദ്ധിക്കാം, ദിവാൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച ആദ്യ ദളവ ആരെന്ന് ചോദിച്ചാൽ രാജാ കേശവദാസ് ആണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ് ആണ്. ചാലക്കമ്പോളം ആന്ധ്രപ്രദേശിലെ ആലപ്പുഴ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ് ആണ്. തൃശൂർ നെടുങ്കോട്ട നിർമ്മിച്ചത് രാജാ കേശവദാസ് ആണ്. ഇദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയത് മോണിങ്ടൺ പ്രഭു ആണെന്ന് കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അതിലെ ഓപ്ഷനിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിൽ വന്ന് കാണും. ഏതാണെന്ന് അറിയാമോ? ഏതാ ചോദ്യം? തിരുവിതാംകൂർ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ഓപ്ഷൻ ബി ആണ് രാജാ കേശവദാസൻ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, രാജാ കേശവദാസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 1809
ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ഇവിടുത്തെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ തന്നിട്ടുണ്ട്, ദേവേന്ദ്രനാഥ് ടാഗോർ തന്നിട്ടുണ്ട്, ദാദാഭായ് നവറോജി തന്നിട്ടുണ്ട്, റാം മോഹൻ റോയ് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത എക്സാമിന് ഇവരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ചോദ്യം എന്തിനുണ്ടാവും? എക്സാമിനുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തരെയും ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇതിനുശേഷം ഉത്തരത്തിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ, ഇദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവ പുനർവിവാഹത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഓർത്തു വയ്ക്കാം, വിധവ പുനർവിവാഹത്തിന് വേണ്ടി വാദിച്ച വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ബ്രിട്ടീഷ് സർക്കാർ 1856 ഹിന്ദു വിധവ പുനർവിവാഹം പാസാക്കുന്നതിന് കാരണമായ വ്യക്തിയായിരുന്നു വെച്ചാൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറാണ്. അപ്പോൾ 1856 എന്ത് വന്നത്? ഹിന്ദു വിധവ പുനർവിവാഹം, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷുകാർ പാസാക്കുന്നത് 1856 ഇതിന് കാരണമായ വ്യക്തിയായിരുന്നു വെച്ചാൽ ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് ഓർത്തു വയ്ക്കുക. സ്ത്രീകൾക്കായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച വ്യക്തിയാണ് ആര്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അതേപോലെ തന്നെ ശൈശവ വിവാഹം, ബഹുഭാര്യത്വം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളെ വെല്ലുവിളിച്ച വ്യക്തിയും കൂടെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് ഓർത്തു വയ്ക്കുക. ഇത് സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പോയിന്റുകളാണ്, ശ്രദ്ധിച്ച് നോക്കിയോളാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിൽ ചോദിക്കാം, അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കാം. അടുത്ത വ്യക്തിയിലേക്ക് പോകാം. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത നമുക്ക് നോക്കിയിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോർ അല്ല, ദേവേന്ദ്രനാഥ് ടാഗോർ. ദേവേന്ദ്രനാഥ് ടാഗോർ ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ പിതാവാണ് ദേവേന്ദ്രനാഥ് ടാഗോർ എന്ന്. ശ്രദ്ധിക്കുക, 1839 തത്വബോധിനി സഭ സ്ഥാപിച്ചതായിരുന്നു വെച്ചാൽ ദേവേന്ദ്രനാഥ് ടാഗോർ. 1839 എന്ത് സ്ഥാപിച്ചത്? തത്വബോധിനി സഭ സ്ഥാപിച്ചത് എന്ന് ഓർത്തു വയ്ക്കാം. തത്വബോധിനി പത്രിക എന്ന പേരിൽ പത്രം പുറത്തിറക്കിയതാരെന്ന് വെച്ചാൽ ദേവേന്ദ്രനാഥ് ടാഗോർ ആണ്. ഇദ്ദേഹത്തിന്റെ ആത്മകഥ എന്തെന്ന് വെച്ചാൽ ആത്മജീവിനി. ഓക്കെ, ആത്മജീവിനി ആരുടെ ആത്മകഥ എന്ന് വെച്ചാൽ ആരാണ്? ദേവേന്ദ്രനാഥ് ടാഗോർ എന്നുകൂടി ഓർത്തു വയ്ക്കുക. ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ 14ാമത്തെ മകനാണ് രവീന്ദ്രനാഥ് ടാഗോർ എന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് പോവാം. അടുത്ത വ്യക്തി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമുക്ക് പഠിക്കേണ്ടത്, ദാദാഭായ് നവറോജി. കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാമത്തെ പ്രസിഡന്റാണ് ആര്? ദാദാഭായ് നവറോജി. ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ഈ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് ഇദ്ദേഹം ചോർച്ചാ സിദ്ധാന്തത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കാം. അടുത്ത, ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യത്തെ ഏഷ്യക്കാരനാരെന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണെന്ന് ഓർത്തു വയ്ക്കാം. ദാദാഭായ് നവറോജി ഇത്രയും കൊണ്ട് തീരുന്നില്ല, ഒത്തിരി കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ദാദാഭായ് നവറോജി. അപ്പോൾ ദാദാഭായ് നവറോജി എന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഫുൾ വിവരങ്ങൾ ഉൾപ്പെടുത്താം. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 2ാമത്തെ പ്രസിഡന്റാണ് ദാദാഭായ് നവറോജി. ഏറ്റവും പ്രായം കൂടിയ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യത്തെ ഏഷ്യക്കാരനായിരുന്നു ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ നമുക്ക് അടുത്ത വ്യക്തിയിലേക്ക് നോക്കാം. അടുത്ത വ്യക്തി ആരാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത വ്യക്തി റാം മോഹൻ റോയ് അഥവാ രാജ റാം മോഹൻ റോയ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സ്ഥിരമായി ചോദിക്കുന്ന ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജ റാം മോഹൻ റോയ് ആണ്. ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി എന്ന പത്രം 1821 പ്രസിദ്ധീകരിച്ചതാരെന്ന് വെച്ചാൽ രാജാറാം മോഹൻ റോയ്. അപ്പൊ ശ്രദ്ധിക്കാം, സംവാദ് കൗമുദി ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചതെന്ന് വെച്ചാൽ ബംഗാളി ഭാഷയിൽ ആണെന്ന് ഓർത്തു വയ്ക്കുക. വർഷം കൂടി ഓർത്തു വയ്ക്കുക, 1821.
അതുപോലെ തന്നെ സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് രാജാ റാംമോഹൻ റോയ്. അപ്പോൾ സതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, കേട്ടിട്ടുണ്ടാവും, സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഈ വില്യം ബെൻഡിക്കാണ് എന്ത് സതി നിർത്തലാക്കുന്നതിന് നിയമം കൊണ്ടത്. സതി നിർത്തലാക്കുന്നതിന് നിയമം കൊണ്ടുവന്നത് ആരെന്ന് വെച്ചാൽ വില്യം ബെൻഡിക് പ്രഭുവാണ്. ഓക്കെ, അപ്പൊ ഏത് വർഷം? 1829 ഡിസംബർ 4-ലാണ് അദ്ദേഹം വില്യം ബെൻഡിക്ക് സതി നിർത്തലാക്കുന്നത്. 1829 ഡിസംബർ 4-ലാണ് വില്യം ബെൻഡിക്ക് സതി നിർത്തലാക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഈ സതി നിർത്തലാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി ആരെന്ന് വെച്ചാൽ രാജാ റാംമോഹൻ റോയ് അഥവാ റാംമോഹൻ റോയ് ആണ്. 1828 ഓഗസ്റ്റ് 20-ന് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാ റാംമോഹൻ റോയ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു നാടകം ബംഗാളി ഭാഷയിൽ തർജ്ജമ ചെയ്യുന്നുണ്ട്. വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിൽ തർജ്ജമ ചെയ്തത് ആരെന്ന് വെച്ചാൽ രാജാ റാംമോഹൻ റോയ് ആണ്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ജീസസിന്റെ കൽപ്പനകൾ. 1820-ലാണ് പുറത്തിറങ്ങുന്നത് ജീസസിന്റെ കൽപ്പനകൾ. രാജ എന്ന പദവി ഇദ്ദേഹത്തിന് നൽകുന്ന ആരെന്ന് വെച്ചാൽ അക്ബർ ഷാ രണ്ടാമൻ. ആരാണ്? അക്ബർ ഷാ രണ്ടാമനാണ് ഇദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകുന്നത് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകമാണ് ഇത്. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്ന ചോദ്യത്തിൽ തന്നെ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നോക്കാം. എന്താ? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാഴ്സി ഭാഷയിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, പാഴ്സി ഭാഷയിലാണ് എന്ത് രചിച്ചത്? ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ റാംമോഹൻ റോയ് അഥവാ രാജാ റാംമോഹൻ റോയ്. അടുത്ത എക്സാമിന് ചോദിക്കാൻ ചിലപ്പോൾ രാജാ റാംമോഹൻ റോയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിൽ തർജ്ജമ ചെയ്തത് ആര് എന്ന് ചോദിക്കാം. ആരാണ്? രാജാ റാംമോഹൻ റോയ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്ത് കഴിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഭാഗത്തിൽ അടുത്ത ചോദ്യവുമായിട്ട് അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.